യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ജർമ്മൻ ചാമ്പ്യന്മാരായ ബയർ ലെവർകൂസനെ പരാജയപ്പെടുത്തി അത്ലറ്റിക്കോ മാഡ്രിഡ്. മാഡ്രിഡിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു അത്ലറ്റിക്കോയുടെ വിജയം. മത്സരത്തിൽ പിന്നിൽ പോയ ശേഷം ജൂലിയൻ അൽവാരസിന്റെ ഇരട്ട ഗോളുകളാണ് അത്ലറ്റിക്കോയ്ക്ക് വിജയം സമ്മാനിച്ചത്. വിജയത്തോടെ ചാമ്പ്യൻസ് ലീഗിൽ 3-ാം സ്ഥാനത്തേക്കെത്താനും അത്ലറ്റിക്കോ മാഡ്രിഡിനായി. ലെവർകൂസന്റെ ആധിപത്യം കണ്ട ആദ്യ പകുതിയിൽ 25-ാം മിനിറ്റിൽ പാബ്ലോ ബാരിയോസ് ചുവപ്പ് കാർഡ് കണ്ടതോടെ അത്ലറ്റിക്കോ മാഡ്രിഡ് 10 പേരായി ചുരുങ്ങി. ആദ്യ പകുതി അവസാനിക്കും മുൻപ് ഹിൻഗാപ്പിയുടെ ഗോളിൽ ലെവർകൂസൻ ലീഡെടുത്തു. എന്നാൽ രണ്ടാം പകുതിയിൽ 52-ാം മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്ന് ജൂലിയൻ അൽവാരസിന്റെ ഗോൾ അത്ലറ്റിക്കോയെ മത്സരത്തിനൊപ്പം എത്തിച്ചു. 76-ാം മിനിറ്റിൽ രണ്ടാം മഞ്ഞക്കാർഡ് കണ്ട് ഹിൻഗാപ്പി പുറത്തുപോയതോടെ ഇരു ടീമുകളും 10 പേരായി ചുരുങ്ങി. മത്സരം സമനിലയിലേക്ക് നീങ്ങവേ 90-ാം മിനിറ്റിൽ ഏഞ്ചൽ കൊറേയുടെ പാസിൽ നിന്ന് ജൂലിയൻ അൽവാരസ് അത്ലറ്റിക്കോയുടെ വിജയ ഗോൾ കണ്ടെത്തി. മത്സരത്തിന് കണക്കുകളിലേക്ക് വന്നാൽ 70% ബോൾ പൊസിഷൻ ബയർ ലെവർകൂസനായിരുന്നു. 13 ഷോട്ടുകൾ ബയർ ലെവർകൂസൻ തൊടുത്തതിൽ 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 711 പാസുകൾ 91% കൃത്യതയോടെ ലെവർകൂസൻ പൂർത്തിയാക്കി. 5 ഷോട്ടുകളാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് തൊടുത്തത്, 2 ഷോട്ട് ഓൺ ടാർഗറ്റ്. 300 പാസുകൾ 76% കൃത്യതയോടെ അത്ലറ്റിക്കോ മാഡ്രിഡ് പൂർത്തിയാക്കി. വിജയത്തോടെ 7 മത്സരങ്ങളിൽ നിന്ന് 15 പോയിന്റുമായാണ് അത്ലറ്റിക്കോ 3-ാം സ്ഥാനത്തെത്തിയത്. 7 മത്സരങ്ങളിൽ 13 പോയിന്റുള്ള ബയർ ലെവർകൂസൻ 6-ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.